ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുത്തൻ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി ഞാനിത് എവിടെ നിന്നാ ചേരുന്നതെന്ന് അറിയാമോ? ദേ ഈ ബോർഡ് കണ്ടോ, മൗണ്ടഡ് പോലീസ് അഥവാ കേരള പോലീസിന്റെ അശ്വാരൂഢ സേന. തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഈ രാത്രികാലങ്ങളിലും ഈ അതിരാവിലെയും ഒക്കെ കുതിരപ്പുറത്ത് പെട്രോളിങ്ങിന് എത്തുന്ന പോലീസിനെ കുറിച്ച് അല്ലെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. പല ആളുകൾക്കും അത് കൗതുക കാഴ്ചയാണ്, പ്രത്യേകിച്ച് സിറ്റിക്ക് വെളിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക്. അതെന്താ ഈ കുറച്ചധികം പോലീസുകൾ ഈ വാഹനങ്ങളൊന്നുമില്ലാതെ കുതിരപ്പുറത്ത് പെട്രോളിങ്ങിന് വരുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടാവും പല ആളുകളും. ഇതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. പല ആളുകൾക്കും തിരുവനന്തപുരത്തുള്ളവർക്ക് അത് അറിയാമായിരിക്കും. ആ ചരിത്രത്തിലേക്കും ഇവിടുത്തെ ഈ കുതിര സേനയുടെ ആലയത്തിലെ വിശേഷങ്ങളിലേക്കുമാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പം അശ്വാരൂഢ സേനയുടെ ഓഫീസിലാണ് ഞാനുള്ളത്. എന്നോടൊപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ചു തരാൻ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാൻ സേനയിലെ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം പോകുന്നത് റിസർവ് ഇൻസ്പെക്ടർ സൈജുകുമാർ സാറിലേക്കാണ്. സർ നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ പറയായിരുന്നു, അതായത് നമ്മുടെ തിരുവിതാംകൂറിന്റെ പ്രൗഢിയുടെ വലിയൊരു ചരിത്രം ഈ അശ്വാരൂഢ സേനയ്ക്ക് പറയാനുണ്ട്. ഇപ്പം എത്ര വർഷമായി കാണും ഇത്? ആദ്യം പറയുക രാജകുടുംബത്തിന്റെ ആയിരുന്നു, തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ആയിരുന്നു. സർക്കാർ ഏറ്റെടുത്തത് 1961. ആദ്യം ഇത് അശ്വാരൂഢ സേനയായിട്ട് മാറിയത് 61 കേരള സർക്കാരിന്റെ കീഴിലായത്. അതിന് മുമ്പേ രാജകുടുംബത്തിന്റെ ഭാഗമായി. അപ്പം അന്ന് കാലങ്ങളില് ഇത് ഏത് തരത്തിലായിരുന്നു ഈ സേന പ്രവർത്തിച്ചിരുന്നത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ബോഡിഗാർഡ് എന്നുള്ള നിലയിലായിരുന്നു. പിന്നീട് ഇത് കേരള സർക്കാരിന്റെ ഭാഗമായപ്പോൾ ഇപ്പോൾ സേനയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡെയിലി 4:45 തൊട്ട് മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്. എന്നിട്ട് 6:30 തൊട്ട് ബീറ്റ് പട്രോൾ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കുതിരകൾ പരേഡുണ്ട്. 7 മണി തൊട്ട് 8 മണിയുടെ പരേഡുണ്ട്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം ബീറ്റ് പട്രോൾ ഉണ്ട് 4:30 തൊട്ട്. അത് കഴിഞ്ഞാൽ 11 മണി തൊട്ട് നമുക്ക് ഒരു സെക്ഷൻ 2 കുതിര നൈറ്റ് പട്രോൾ ഡ്യൂട്ടിയുണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകള്, ഈ സേനയുടെ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഈ ആലയത്തിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനി രാവിലെ മോർണിംഗ് പരേഡ് ഉണ്ട്, കുതിരകളുടെ അവരുടെ എക്സസൈസ് രീതി കാണാനുണ്ട്, ഭക്ഷണ രീതി കാണാനുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിശേഷങ്ങളിലേക്കും നമുക്ക് മടങ്ങി എത്തുന്നതിന് താങ്ക് യു അശ്വതി. വാർത്തകളെല്ലാം അതിവേഗം ഞങ്ങളിലേക്ക് എത്തിച്ചതിന്. അപ്പൊ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അശ്വാരൂഢ സേനയുടെ ആലയത്തിനുള്ളിലാണ് ഞാനിപ്പോ ഉള്ളത്. ഇവിടെ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ RSI അനൂപ് MA സാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെൽക്കം ടു ദി ഷോ സാർ. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു 1961 തൊട്ട് ഇതിന്റെ ഒരു ഭാഗമാണ്, അതായത് നമ്മുടെ സർക്കാരിന്റെ ഭാഗമാണ് നേരത്തെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭാഗമായിരുന്ന നമ്മുടെ ഈ അശ്വാരൂഢ സേന. ഇവിടെ ഇപ്പോ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കുതിരകളുടെ മെയിൻ്റനൻസ്, പ്രധാനമായിട്ടും കുതിരകളെ എക്സർസൈസ് കൊടുക്കുക, കുതിരകളുടെ ആരോഗ്യം സംരക്ഷിക്കുക, നമ്മുടെ പിന്നെ സെറിമോണിയൽ ഡ്യൂട്ടികൾ, VVIP ഡ്യൂട്ടികൾ, RD പരേഡ്, പിന്നെ ID പരേഡ്, ഈ പരേഡുകളിലൊക്കെ വളരെ ഭംഗിയായിട്ട് മൗണ്ടഡ് പോലീസ് ഭാഗമാവുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് ഈ സ്വാതന്ത്ര്യദിന പരേഡ് പരേഡിലെല്ലാം നമ്മൾ വളരെ അതിന്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ VVIP ഡ്യൂട്ടികൾ, VIP ഡ്യൂട്ടികൾ, പിന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പല ആളുകളും കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ആറാട്ട് ഡ്യൂട്ടിക്കിടയിൽ. അതുപോലെ തന്നെ ഭീമാപ്പള്ളി ഉറൂസ് ഡ്യൂട്ടി, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടികളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്രോളിംഗ് ഡ്യൂട്ടിയാണ്. പട്രോളിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാവിലെ 4:45 2 മോർണിംഗ് പട്രോൾ ഡ്യൂട്ടി, 2 സെക്ഷൻ 2 ലൊക്കേഷനിലായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, IGP ആൻഡ് സിറ്റി പോലീസ് കമ്മീഷണർ അവരുടെ നിർദ്ദേശമനുസരിച്ചുള്ള ഡ്യൂട്ടികളാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അവരുകളാണ് നമ്മുടെ ഡ്യൂട്ടിയെല്ലാം അസൈൻ ചെയ്തു തരുന്നത്. ഏതെങ്കിലും വിഷയങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആ മേഖലയിലേക്ക് സാർ കൂടുതൽ ഡ്യൂട്ടിക്ക് അയക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മ്യൂസിയം ഭാഗത്ത് തന്നെ ഒരു കാൽനട യാത്രക്കാർക്കുള്ള സുരക്ഷയ്ക്കായിട്ട് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമുക്ക് അവിടെ കൂടുതൽ പെട്രോളിങ്ങിന് കൂടുതൽ കുതിരകളെ നിയോഗിക്കുകയും നമ്മൾ ആ സമയത്ത് അവിടെ കാര്യക്ഷമമായിട്ട് ഡ്യൂട്ടി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്
സമയത്ത് ഈവനിങ് സമയത്ത് ക്രൗഡ് കൂടുന്ന സമയങ്ങളിൽ പിന്നെ സ്ത്രീകളൊക്കെ സുരക്ഷിതം ഉണ്ടാക്കാനായിട്ട് അങ്ങനെയുള്ള ബസ് സ്റ്റോപ്പുകൾ അങ്ങനെയുള്ള കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട IGP ആൻഡ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം നമ്മൾ ഡ്യൂട്ടി ചെയ്യാറുണ്ട്. പിന്നെ ഈ നൈറ്റ് ഡ്യൂട്ടിയാണ്. നൈറ്റ് പെട്രോൾ ഡ്യൂട്ടിക്ക് നമ്മൾ 11 മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങി ഏകദേശം ഒരു 3 മണി വരെ ഡ്യൂട്ടി ചെയ്യാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ പോലീസിന്റെ വാഹനങ്ങൾ കടന്നു പോകാത്ത റെസിഡൻസ് ഏരിയയിലെ ചെറിയ വഴികളിലൂടെ നമ്മൾ ഈ കുതിര കൊണ്ടുപോയി ചെയ്യാറാണ് പതിവ്. അങ്ങനെയാണ് ഡ്യൂട്ടികൾ ചെയ്യുന്നത്. അപ്പൊ കാരീഷ് അപ്പൊ ഇതിനകത്ത് നമ്മളിവിടുത്തെ ഒരു ദിവസത്തെ വർക്ക് ആരംഭിക്കുന്നത് രാവിലെ 7 മണിക്കാണ്. 7 മണിക്ക് കുതിരകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സർസൈസ് കൊടുക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് എല്ലാ ആഴ്ചയിൽ 4 ദിവസം പരേഡ് പോലെയാണത്. 7 ദിവസം ആഴ്ചയിൽ 4 ദിവസം തിങ്കൾ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഇവിടെ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ആ ഒരു എക്സസൈസ്. ഇപ്പൊ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കുതിരകളുടെ ആ ഒരു പരേഡ് അത് പ്രേക്ഷകർക്ക് നമ്മൾ ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലേ? കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പരേഡ് ചെയ്യുന്നുണ്ട്. അത് കുതിരകൾക്ക് എക്സർസൈസ് ആണ്. നമ്മൾ കുതിരകളെ സ്റ്റേബിളിൽ വെറുതെ നിർത്താൻ പാടില്ല. കുതിരകളെ കൃത്യമായിട്ട് നമ്മൾ എക്സർസൈസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. സാറിന്റെ കർശനമായ നിർദ്ദേശമുണ്ട് കുതിരകളുടെ എക്സർസൈസ് കൃത്യമായിട്ട് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട IGP ആൻഡ് കമ്മീഷണറുടെ കർശന നിർദ്ദേശം നമുക്കുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് വർക്ക് നടക്കുന്നത്. പിന്നെ നമ്മുടെ കുതിരകൾ പാർക്കുന്ന സ്റ്റേബിൾ എന്നാണ് പറയുന്നത് സ്റ്റേബിൾ മാനേജ്മെന്റ്. സ്റ്റേബിൾ മാനേജ്മെന്റ് ക്ലിയർ ചെയ്യാനായിട്ട് ഇവിടെ 15 സൈസന്മാരാണുള്ളത്. ചെയ്യുന്ന ഈ സ്റ്റേബിളും ക്ലിയർ ചെയ്യുന്നതിനും കുതിരകളുടെ അത്യാവശ്യ കാര്യങ്ങൾ നോക്കുന്നതിന് സൈസന്മാരാണുള്ളത്. അപ്പൊ ഈ സൈസന്മാര് രാവിലെ വന്ന് 7 മണിക്ക് വന്ന് അപ്പൊ ഈ വൈക്കോല് ഉപയോഗിക്കുന്നത് കുതിരകൾക്ക് ബെഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ബെഡായിട്ട് ഉപയോഗിച്ച ശേഷം രാവിലെ വന്ന് ആ ബെഡ് പുറത്തിറക്കുക, അതിനകത്തുള്ള വേസ്റ്റുകൾ കംപ്ലീറ്റ് നീക്കം ചെയ്യുക. സ്റ്റേബിൾ വളരെ ക്ലീൻ ആയിട്ട് എല്ലാ ദിവസവും സ്റ്റേബിൾ ക്ലീൻ ആയിട്ട് രാവിലെ 7 മണി ആകുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ ആക്റ്റീവാണ്. ഇവിടെ എത്ര കുതിരകളുണ്ട്? നിലവിൽ 14 കുതിരകളാണുള്ളത്. 14 കുതിരകളാണ്. നമ്മുടെ സാങ്ഷൻഡ് സ്ട്രെങ്ത് 25 ആണ്. പുതിയ കുതിര വാങ്ങാനുള്ള പ്രപ്പോസൽ പോയിട്ടുണ്ട്. ഉടനെ തന്നെ പുതിയ കുതിരകൾ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ശരി. അപ്പം ഇവൻ ആരാണ്? ചേതക് ഇവിടെ പെട്രോളിങ്ങിന് പോകുന്ന കുതിരയാണ്. എല്ലാ ഡ്യൂട്ടികളും ചെയ്യുന്ന കുതിരയാണ്. അപ്പം ഈ കുതിരകളെ ഈ ഓരോ ഡ്യൂട്ടിക്കായിട്ട് അസൈൻ ചെയ്യുമ്പോഴേ അതിന് അവരുടെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ നോക്കുവോ? ഇല്ല അങ്ങനെ നോക്കൂല. നമ്മൾ അത്യാവശ്യം എല്ലാ കുതിരകളും എല്ലാ ഡ്യൂട്ടിയും ചെയ്യണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കുതിരകൾക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന. 15 പേരും ഡ്യൂട്ടിക്ക് പോകുന്നവരാണ്. 15 ചില കുതിരകൾക്ക് ചില സമയത്ത് സിക്കാവുന്ന കുതിരകൾ ഡ്യൂട്ടിക്ക് ഇടാറില്ല. അങ്ങനെയുള്ള ഒരു ഇതല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാ കുതിരകളും എല്ലാ ഡ്യൂട്ടി എല്ലാ ദിവസവും എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ടാവും. എല്ലാവർക്കും ഡ്യൂട്ടി ഒന്ന് ഈ പരേഡ് അല്ലെങ്കിൽ പിന്നെ പുറത്തുള്ള ഡ്യൂട്ടികൾ എന്തായാലും കാണും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ മൗണ്ടഡ് പോലീസ് ഡോക്ടറുണ്ട്, വെറ്റിനറി ഡോക്ടറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ നമുക്ക് നിർദ്ദേശം തരും ഇന്ന കുതിരയ്ക്ക് ഇന്ന പ്രശ്നമുണ്ട്. ഫുൾ ടൈം ഒരു ഡോക്ടർ ഇവിടെ ഉണ്ടാവും. ഫുൾ ടൈം ഉണ്ടാവും സാർ. അപ്പൊ ഇപ്പോൾ വിളിച്ചാലും കിട്ടുന്ന സാറാണ്. സാർ ഏത് സമയം ഇവിടെ ഉണ്ടാവും. അപ്പോൾ സാറ് ഇതുപോലെ നമുക്ക് നിർദ്ദേശം തരും. കുതിരയ്ക്ക് സുഖമാണ്, അതിന് 2 ദിവസം റെസ്റ്റ് കൊടുക്കണം. അങ്ങനെയുള്ള കുതിരകളെ പിന്നെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർ ഡ്യൂട്ടി കൊടുത്ത് ചെയ്യും. ചേതക്കിന് എത്ര വയസ്സായി ഇപ്പോ? ചേതക്കിന് ഇപ്പൊ 7 വയസ്സ്. 7 വയസ്സ്. അപ്പം എപ്പോഴാണ് ഇങ്ങോട്ട് എത്തിയത്? 2019-ലാണ്. 2019-ലാണ്. ഇവിടെ വന്നതിന് ശേഷം ഉള്ള ഈ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെ? നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ട്രെയിനിങ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ തന്നെയാണ്. പരേഡിനുള്ള രീതിയിൽ ആദ്യം പിന്നെ നമ്മുടെ RD പരേഡിന്റെയും എല്ലാം ഫോർമാറ്റ് വേറെയാണ്. RD പരേഡിന്റെ ID പരേഡിന്റെ ഒക്കെ ഫോർമാറ്റ് വേറെയാണ്. അത് പിന്നെ ഡ്യൂട്ടിക്ക് പോകാനുള്ളത്, പിന്നെ അല്ലാതെ ഏതെങ്കിലും നമ്മുടെ സെറമോണിയൽ ആയിട്ടുള്ള ഡ്യൂട്ടികൾക്ക് ചെയ്യുന്നത്. പിന്നെ VIP ഡ്യൂട്ടിയുടെ എസ്കോട്ടും പൈലറ്റും എന്ന് പറഞ്ഞാൽ VIP വെഹിക്കിളിന്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമ്മളിങ്ങനെ അകമ്പടി സേവിച്ച് പോകുന്നതാണ്. അപ്പൊ അതിനുള്ള പിന്നെ അപ്പം സാറാണോ ഈ കുതിരകളുടെ? അല്ല, നമ്മൾ ഈ മൗണ്ടഡ് പോലീസിലുള്ള മുഴുവൻ ആൾക്കാരും 32 പേരുണ്ട്. ഈ 32 പേർക്കും റൈഡിങ് ഇറങ്ങിയിരിക്കണം. അത് ശരി. 32 പേരും റൈഡിങ് കുതിരപ്പുറത്ത് കയറിയുള്ള ഡ്യൂട്ടികൾ ചെയ്യേണ്ടവരാണ്. അത് നിർബന്ധമാണ്. എല്ലാവരും കുതിരപ്പുറത്ത് കയറി പറ്റും. എനിക്ക് തോന്നുന്നു നമുക്ക് ബാക്കിയുള്ള കുതിരകളെയൊക്കെ കണ്ടുകൊണ്ട് കൂടുതൽ വിശേഷങ്ങൾ പറയാമെന്ന്. ഇപ്പം ഈ സാധാരണ പോലീസ് സേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നമുക്കറിയാം. ഈ PSC വഴി എല്ലാ ടെസ്റ്റും ഒക്കെ പാസ്സായിട്ട്. അപ്പം ഇവിടേക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണോ? PSCക്ക് വിട്ടിട്ടുണ്ട്. PSCയുടെ നോട്ടിഫിക്കേഷൻ വന്ന് ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മെയ്യില് മറ്റോ ഇതിന്റെ എക്സാം ഉണ്ട് എന്നാണ്
PSCയുടെ മൗണ്ടഡ് പോലീസിലേക്കുള്ള എക്സാം PSC വഴിയുള്ള നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നിലവിൽ ഇപ്പോൾ ഉള്ള വേക്കൻസി നമ്മൾ ഫില്ല് ചെയ്തേക്കുന്നു. മറ്റ് പോലീസിന്റെ തന്നെ മറ്റ് പിന്നെ ഭാഗങ്ങളിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഇവിടെ വരികയും പിന്നെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ ഉത്തരവും പ്രകാരം ഇവിടെ വരികയും വന്ന ശേഷം ഇവിടെ 2 മാസത്തെ ട്രെയിനിങ് കൊടുക്കുകയും ട്രെയിനിങ് കൊടുത്താണ് ചെയ്യുന്നത്. നമ്മുടെ മോർണിംഗ് പെട്രോളിന് പോയിട്ടുള്ള ടീം എത്തിയിട്ടുണ്ട്. അവർ 4:45 ഇവിടെ ഡ്യൂട്ടിക്ക് പോയതാണ്. ഡ്യൂട്ടിക്ക് പോയവരാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോവാന്ന് തോന്നുന്നു. രാവിലെ 4:45 ഡ്യൂട്ടിക്ക് പോയ ടീം തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഡെയിലി തിരികെ വരും അല്ലേ? ഈ സമയമാകുമ്പോൾ ഡെയിലി തിരികെ വരും. എത്ര കുതിരകളാണോ ഒരു സമയം ഡ്യൂട്ടിക്ക് പോകുന്നത്? ഒരു സെക്ഷനാണ്. രാവിലെ മോർണിംഗ് പെട്രോൾ ഡ്യൂട്ടിക്ക് പോകുന്ന 2 സെക്ഷനാണ്. ഇപ്പോ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്, ഒരു സെക്ഷൻ പുറകെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ 2 സെക്ഷനിലായിട്ട് 4 കുതിരകളാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. ഒരു ടൈം പെട്രോളിംഗ് ഡ്യൂട്ടിക്ക് പോകുന്ന ഡ്യൂട്ടികൾ ഒരു സെക്ഷനിൽ 2 കുതിരകൾ വീതമാണ് ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പുറത്ത് പോകുകയും അവർക്ക് വയർലെസ് സെറ്റ് ഉണ്ട്. എന്തെങ്കിലും പിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പോഴും തന്നെ കൺട്രോൾ റൂമിൽ അറിയിക്കുകയും കൺട്രോൾ റൂമിന്റെ വെഹിക്കിൾ വന്ന് വരികയും ആ ഭാഗത്ത് വരികയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കൃത്യമായി കൺട്രോൾ റൂമിൽ നമ്മൾ അറിയിക്കാറുണ്ട്. ഈ കുതിരകളെ മെരുക്കാൻ ഭയങ്കര പാടാണോ? അല്ല, നമ്മളിവിടെ ട്രെയിൻ ചെയ്യും. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഏത് പ്രായത്തിൽ വന്നാലും ട്രെയിൻ ചെയ്ത് എടുക്കാറുണ്ട്. ഓ ശരി ശരി. പോയി വന്നതിന് ശേഷം ഇങ്ങനെ സല്യൂട്ട് നൽകും അല്ലേ? പോയി വന്നതിന് ശേഷം നമുക്ക് അതൊരു ഇതാണ്. നമ്മൾ ഡ്യൂട്ടി പോകുന്നതിന് മുമ്പും ഡ്യൂട്ടി ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പും ഉയർന്ന ഉദ്യോഗസ്ഥരോട് അനുവാദം വായിക്കുക എന്നുള്ളത് ഒരു പ്രോട്ടോകോൾ ആണല്ലോ അല്ലെ? ശരി ശരി. അപ്പം ഇനി ഇവരെ വീണ്ടും ആലയത്തിലേക്ക് മാറ്റിയതിനു ശേഷം പിന്നീടായിരിക്കും അല്ലെ ഇവിടെ എക്സസൈസിന് ഇനി കൊണ്ടുപോകും? ഇപ്പൊ ഈ കുതിരകളെ ഇന്നിപ്പോ 7 മണിക്കുള്ള ഇവിടെ എക്സസൈസ് നടക്കത്തില്ല. അവർക്ക് അത്യാവശ്യം ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മളിവിടെ അത്യാവശ്യം കുറച്ച് സമയം എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുന്നത്. ഒരാളെ നമ്മൾ അത്യാവശ്യം നടത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അടുത്ത ടീം 2 പേരടങ്ങുന്ന ടീമായിട്ടാണോ പോകുന്നത്? 2 പേര് ഒരു സെക്ഷനിൽ 2 കുതിരകളാണ്. ശരി ശരി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇവരുടെ ഈ റൈഡ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ എക്സസൈസിന്റെ ഭാഗമായിട്ടാണല്ലേ ഈ പരേഡിന് നടക്കാൻ പോകുന്നത് ഇവിടെ. അപ്പൊ നമുക്ക് ആ പരേഡിലേക്ക് പോകാം അല്ലെ? ആ പരേഡിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ഇടവേള എടുത്തിട്ട് തിരികെ വരുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. അപ്പം ഒരു ഇടവേള, ചെറിയ ഇടവേള എടുത്തതിന് ശേഷം വേഗം തിരികെ വരാം. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ പരേഡിന്റെ കാഴ്ചകൾ കാണാം. മോർണിംഗ് വൈബ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുതിര പോലീസിന്റെ ആലയത്തിൽ നിന്ന് തുടരുകയാണ്. അനൂപ് സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി മോർണിംഗ് പരേഡിലുള്ള ഒരുക്കത്തിലേക്ക് പോകും അല്ലേ? അതെ അതെ. ഒരു ഓഫീസറുണ്ട്. ഓഫീസർ ഇപ്പൊ പരേഡിനായിട്ട് ഫാളിനാക്കി നമ്മുടെ ബഹുമാനപ്പെട്ട RI അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുക്കും. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ദൈനംദിന പരേഡ് കുതിരയ്ക്ക് എക്സർസൈസിന് വേണ്ടിയിട്ടുള്ള പരേഡ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓ ശരി ശരി. അപ്പൊ നമ്മൾ ഇവിടെയുള്ള ഈ 15 കുതിരകളെ ഒരുമിച്ചാണോ ഈ ഗ്രൗണ്ടിലേക്ക് ഇറക്കി? അല്ലല്ല, നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂട്ടിക്ക് രാവിലെ മോർണിംഗ് പെട്രോൾ ഡ്യൂട്ടിക്ക് പോകുന്ന കുതിരകള്, നൈറ്റ് പെട്രോൾ ഡ്യൂട്ടിക്ക് പോകുന്ന കുതിരകള്, ആ കുതിരകളെ ഒഴിവാക്കിയിട്ട് ആയിരിക്കും ബാക്കിയുള്ള കുതിരകളെയാണ്. അപ്പൊ ഇവിടെ ആൺകുതിരകൾ മാത്രമേ ഉള്ളൂ? ആൺകുതിരകളും പെൺകുതിരകളും ഉണ്ട്. പെൺകുതിരകൾ അത് എത്ര പേരുണ്ട്? 9 പെൺകുതിരകളാണുള്ളത്. ഓ, ഈ 15 പേരിൽ 9 പെൺകുതിരകളാണല്ലേ? ഓ ശരി ശരി. അപ്പം ഈ ഒരു പരേഡ് അത് എത്ര നേരം? 1 മണിക്കൂർ സമയമാണ്. 7 മണി മുതൽ 8 മണി വരെയാണ് പരേഡ് ടൈം. നല്ല രീതിക്ക് ഇതിന് പല മൂവ്മെന്റ് ഉണ്ട്. വാക്ക് മാർച്ച് എന്ന് പറയും, നടന്നു പോകുന്നത്. പിന്നെ ത്രോട്ടം എന്ന് പറയും, 4 കൈയും കാലും ഉപയോഗിച്ച് കൂടുന്നത്. പിന്നെ കെണ്ടർ, അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഇങ്ങനെ 2 പോണം. അങ്ങനെയാണ്. ഇപ്പൊ പരേഡ് ഫാളിനാക്കിയ ശേഷം ഇപ്പൊ റിപ്പോർട്ട് കൊടുക്കും. റിപ്പോർട്ട് കൊടുത്ത ശേഷം ബാക്കി പരേഡ് മൂവ്മെന്റ് എല്ലാം കാണും. ആ സമയം തന്നെ നമ്മുടെ സ്റ്റേബിളിൽ പിന്നെ സൈസ് എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേബിളും മറ്റും വളരെ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയമാണ്. 7 മണി തൊട്ട് 8 മണി വരെ ക്ലീൻ ചെയ്യും. 8 മണിയാകുമ്പോൾ അവിടെ കുക്ക് ഹൗസിൽ ഫുഡെല്ലാം റെഡിയാവും. 8 മണിക്ക് പരേഡ് കഴിഞ്ഞ ഉടനെ ഈ പിന്നെ ഒരാൾക്ക് 8 മണിക്ക് ഫുഡ് കൊടുക്കും. ഈ പരേഡ് എക്സസൈസ് കൊടുക്കും, അതേസമയം തന്നെ ഇവർക്ക് ഈ ഒരു VIP ഷോകളിലൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു ട്രെയിനിങ് കൂടിയാണോ?
അത് മാത്രമല്ല നല്ല ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുതിരകളെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓടാനുള്ളൊരു പിന്നെ ജീവിയാണ്. ആ ജീവിയെ നമ്മൾ സ്റ്റേബിളിൽ പിടിച്ച് പറപ്പിച്ചിരിക്കിട്ട് അതിനെ പുറത്തിറങ്ങാതിരുന്നു കഴിഞ്ഞാൽ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ അതിനുണ്ടാവും. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള എക്സർസൈസ് കൃത്യമായിട്ട് കൊടുക്കണം. ഓക്കെ ഓക്കെ. അപ്പം ഈ എക്സസൈസ് ഇല്ലാതെ വന്നാല് എങ്ങനെയാണ്? എക്സർസൈസ് ഇല്ലാതെ വരുമ്പോൾ ചില കുതിരകൾക്ക് ചില ജോയിന്റ്സിന് സിക്കാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൃത്യമായിട്ട് ഇപ്പം അറിയാം, ഡോക്ടർ എല്ലാ ദിവസവും എല്ലാ കുതിരകളെയും ഡോക്ടർ പരിശോധിക്കും. പിന്നെ LI ഉണ്ട്, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഉണ്ട്. ഇവരെല്ലാവരും എല്ലാ കുതിരകളെയും പരിശോധിക്കും. പിന്നെ കുതിരക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാർ, നമ്മൾ നേരത്തെ ചേതക്കിനെ കണ്ടല്ലോ, ഈ 15 കുതിരകൾക്കും പേരിട്ടിട്ടുണ്ടോ? 15 കുതിരകൾക്കും പേരുണ്ട്. അതിവിടെ എല്ലാവർക്കും അറിയാമോ? അത്യാവശ്യം എല്ലാവർക്കും അറിയാം. പേരെല്ലാവർക്കും അറിയാം. അതിൽ കൂടുതലായിട്ട് നമ്മുടെ കുതിരകളുടെ നമ്പറാണ് ഉപയോഗിക്കുന്നത്. ഓരോ കുതിരകൾക്കും നമ്പറുണ്ട്. ഓ ശരി ശരി. അപ്പം നിങ്ങൾ എല്ലാവരുമായിട്ട് ഒരേപോലെ എല്ലാ കുതിരകളും ഞങ്ങളെല്ലാവരും ജീവിക്കുന്ന. ഓ ശരി. അപ്പം ഈ പേര് വിളിച്ച റിയാക്ട് ചെയ്യുക, സ്നേഹപ്രകടനം കാണിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ഈ പെറ്റായിട്ട് വളർത്തുന്ന കുതിരകളെ കണ്ടിട്ടുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ ഒരു കുതിരയൊക്കെ ആണെങ്കിലാണ്. ഇത് നമ്മൾ എല്ലാ കുതിരകളെയും ഒരേ പരിഗണനയാണ്. പ്രത്യേകിച്ച് ഒരു കുതിരകൾക്ക് പ്രത്യേകിച്ച് പരിഗണന. എല്ലാ കുതിരകളെയും ഒരുപോലെ പരിഗണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പരിഗണിച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിന്റെ ഫുഡും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഫുഡും കാര്യങ്ങളും നമുക്കിതിന് ഓട്സ്, വീറ്റ് ബ്രാൻ, ബാർലി, ലിൻസീഡ്, സോയാബീൻ, പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിശ്ചിത അളവിൽ വേവിച്ച് കൊടുക്കേണ്ടത് വേവിച്ച് അല്ലാത്ത മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അത് രാവിലെ 8 മണിക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പം ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടുക്കും. വൈകിട്ട് 5 മണിക്ക് ഫുഡ് കൊടുക്കും. ഇതിനിടയ്ക്ക് ഇതിന് കറുകപ്പുല്ല് കൊടുക്കും. ഹരിയാലി ഗ്രാസ് എന്ന് പറയുന്ന കറുകപ്പുല്ല് കൊടുക്കുന്നുണ്ട്. കറുകപ്പുല്ല് രാവിലെ 11 മണിക്ക് കൊടുക്കും. പിന്നെ വൈകിട്ട് 5 മണിക്ക് കൊടുക്കും. പിന്നെ രാത്രി ഒരു നേരം കൊടുക്കും. പിന്നെ എക്സ്ട്രാ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന കുതിരകൾക്ക് ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോൾ പുല്ല് കൊടുക്കാറുണ്ട്. ഫുഡിൻ്റെ ഒക്കെ ചില സമയത്ത് സിക്കാവുന്ന കുതിരകൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ചില ഫുഡൊക്കെ ഒഴിവാക്കി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് ഈ റൈഡിംഗ് അറിയാവുന്നവരാണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും റൈഡിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. പൊതുവെ നമ്മൾ ഈ പോലീസ് സേനയിലേക്ക് കയറുമ്പോൾ ആ ഒരു പരിജ്ഞാനം വേണമെന്നുണ്ടോ? എനിക്കത് അറിയില്ല, അതുകൊണ്ട് പൊതുവെ നമ്മുടെ മൗണ്ടഡ് പോലീസിലേക്ക് വരുമ്പോൾ നിർബന്ധമായും കേന്ദ്ര സർക്കാരിന്റെയോ കേരള സർക്കാരിന്റെയോ അംഗീകൃത റൈഡിംഗ് സ്കൂളിൽ നിന്നുള്ള അല്ലെങ്കിൽ റൈഡിംഗ് ക്ലബിൽ നിന്നുള്ള റൈഡിംഗ് പരിശീലനം വേണമെന്നുള്ള നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയാണ് ഇപ്പോൾ പിന്നെ PSC വിളിച്ചിട്ടുള്ളത്. ഏകദേശം 2000-ഓളം അപേക്ഷകരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഈ സേനയിലേക്ക് വരുമ്പോഴേ അപ്പം പെട്രോളിങ്ങിന് ഡ്യൂട്ടി പോവാറുണ്ട്. അപ്പൊ ഈ പെട്രോളിംഗ് പോകുന്ന സമയത്ത് എന്തെങ്കിലും അതിക്രമം കാണുകയാണ്, എന്തെങ്കിലും കുറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും മൗണ്ടഡ് പോലീസ് ആണെങ്കിൽ ആക്ട് ചെയ്യാൻ കഴിയുക? അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ടത്, പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത് കൺട്രോൾ റൂമിൽ അറിയിക്കുക എന്നുള്ളതാണ്. കൺട്രോൾ റൂമിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിക്കകത്തായതുകൊണ്ട് തന്നെ ഞൊടിയിടയിൽ CRVS ഏതെങ്കിലും വാഹനങ്ങൾ അപ്പോഴും എത്താറുണ്ട്. പിന്നെ മറ്റ് നമുക്ക് ഇതിങ്ങനെയുള്ള കൺട്രോൾ റൂമിൽ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനം. കൺട്രോൾ റൂമിൽ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ കുതിരകളും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇറങ്ങി ഒരു എന്തെങ്കിലും ഇതിനകത്തോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. അതെ അതെ അതെ, അത് ശരിയാണ്. അപ്പം നമ്മളെ ഈ സേനയുടെ ഭാഗമായതിനു ശേഷമാണോ ഈ ട്രെയിനിങ് എടുക്കേണ്ടത്, അതോ വരുന്നവർക്ക് ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്? വരുന്നവർക്ക് ഇത് അറിഞ്ഞിരിക്കണം, അങ്ങനെയാണല്ലേ? അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. PSC നമ്മൾ അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് റൈഡിംഗ് അറിഞ്ഞിരിക്കണം, എന്നാലേ PSCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓ അത് ശരി. അപ്പൊ ഈ PSCയിലേക്ക് ഇതിന്റെ നിയമനം മാറിയിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇതിപ്പോ ആദ്യത്തെ ബാച്ചിനെയാണ് PSC വിളിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബാച്ചിനെയാണ്. അപ്പം സാറൊക്കെ ഈ സേനയുടെ ഭാഗമായിട്ട് എംപ്ലോയ്മെന്റ് വഴിയാണ് അല്ലേ? ഓ ശരി ശരി. അപ്പം സാർ എങ്ങനെയാണ് അപ്പൊ നേരത്തെ ഈ കുതിര റൈഡിംഗ് ഒക്കെ പഠിച്ചത്? നമ്മള് അന്ന് ഈ വരുമ്പോ ഇവിടെ വന്നിട്ടായിരുന്നു നമ്മളെ ട്രെയിനിങ്. ഇപ്പോഴാണ് ഈ ഇപ്പോഴാണ്. ഓക്കെ ഓക്കെ. അപ്പം ഈ ഇവിടെ ഇപ്പൊ ഉള്ള ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ വന്നതിന് ശേഷം പഠിച്ചത് ആണല്ലേ? അതെ അതെ. അതിനകത്ത് നമ്മുടെ ഈ നമ്മുടെ ഈ നിയമനം PSCക്ക് വിടുന്നതിന് മുമ്പ് ഡിപ്പാർട്ട്മെന്റ് മൗണ്ടഡ് പോലീസിലേക്ക് കുറച്ച് നിബന്ധനകൾ വെച്ചുകൊണ്ട് മൗണ്ടഡ് പോലീസിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ ചോദിച്ചിരുന്നു. അങ്ങനെ ലീൻ ചേഞ്ച് ചെയ്ത് വന്നവരാണ്. അപ്പോഴും 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ ലീൻ ചേഞ്ച് ചെയ്ത് വന്നവർ
ഏകദേശം ഒരു 3-4 വർഷമായിട്ട് ഇവിടെ ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് അവർക്ക് റൈഡിങ് അറിയാമെന്നുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ അവർക്ക് റൈഡിങ് അറിയാമെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് പുറത്താണ് അവർ. അപ്പൊ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ജോലി ഡ്യൂട്ടി ഫുൾ ടൈം ഈ ആലയത്തിനുള്ളിൽ തന്നെയായിരിക്കും അല്ലെ? പിന്നെ ഈ VIP ഡ്യൂട്ടികളൊക്കെ വരുമ്പോൾ മാത്രം പുറത്തു പോവുക, അങ്ങനെയാണോ? അത് കുതിരകളെയും കൊണ്ട് അല്ലാത്ത ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യേണ്ടി വരും. പോലീസിന്റെ സംവിധാനത്തിൽ ഇപ്പോഴാണ് എന്ത് എമർജൻസി വന്നാലും ഏത് സമയത്ത് ഏത് ഡ്യൂട്ടിയും ചെയ്യാൻ നമ്മൾ ജനറൽ ഡ്യൂട്ടി ചെയ്യാൻ നമ്മൾ അപ്പം ഈ മറ്റ് വിഭാഗങ്ങളിലൊക്കെ ആളുകൾ കുറയുമ്പോഴോ അല്ലെങ്കിൽ ലീവ് കൂടുതലുള്ളപ്പോഴൊക്കെ ഇവിടുത്തെ വിസിറ്റ് ഒക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ഡ്യൂട്ടിക്ക് പോവാറുണ്ടല്ലേ? അപ്പം ഇവിടെ ഇപ്പൊ നമ്മളുടെ ഈ എക്സസൈസ് ചെയ്യുന്ന ഈ എല്ലാ കുതിരകളെയും സാറിന് പേരെടുത്ത് പറയാൻ അറിയാമോ? പേരെടുത്ത് പറയാൻ അറിയാം. അപ്പം ഇത് ആദ്യം പോകുന്നത് നമുക്ക് കാണണോ? ഭയങ്കര സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ലീഡ് ചെയ്യുന്നത് ചേതക്കാണല്ലേ? ചേതക്കാണ്. അടുത്തോട്ട് വരുമ്പോഴേ അറിയാൻ പറ്റും. വൈറ്റ് കളർ സ്വീറ്റി ആണ്. സ്വീറ്റി പെൺകുതിരയാണ്. പെൺകുതിരയാണ്. അത് ശരി. ഇവരെയൊക്കെ എവിടുന്ന് എത്തിച്ചതാണ്? ഇത് രാജസ്ഥാനിൽ നിന്നാണ് ലാസ്റ്റ് പർച്ചേസ് ചെയ്തത്. പിന്നെ നമ്മുടെ ബോംബെയിൽ നിന്ന് വെസ്റ്റേൺ റോയൽ ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബിൽ നിന്ന് ലേലത്തിൽ വാങ്ങിയ കുതിരകളുമുണ്ട്. ഏറ്റവും ബാക്കിൽ നിന്ന് വരുന്ന കുതിരയുടെ പേര് നമുക്ക് ആകാശാണ്. ആകാശ്. ഇവരെല്ലാം ഏകദേശം ഒരേ പ്രായമുള്ളവരാണോ? ഏകദേശം ഒരേ പ്രായമുള്ളവരല്ല. അല്ല പല പല സമയങ്ങളിൽ വാങ്ങിച്ചത്. 2016 വാങ്ങിയതുണ്ട്, 19 വാങ്ങിയതുണ്ട്, 13 വാങ്ങിയതുണ്ട്. പല സമയങ്ങളിൽ വാങ്ങിയ കുതിരകളുണ്ട്. ഇത് പല ബ്രീഡാണ്. ഇപ്പൊ കത്തിയവാറി ബ്രീഡുണ്ട്, മാർവാറി ബ്രീഡുണ്ട്, തൊറോ ബ്രീഡുണ്ട്. ഇവരുടെ വ്യത്യാസം എങ്ങനെയായിരിക്കും? കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്നുള്ളവർക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ അറിയാവുന്നവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും ഏത് ബ്രീഡാണെന്നുള്ളതും ഓരോന്നിന്റെ സൈസ്, പിന്നെ തലയുടെ ഒക്കെ വലിപ്പം. ഓരോ ബ്രീഡിനും ഓരോ സ്വഭാവം ഏകദേശമൊക്കെ ഒരുപോലെ ആയിരിക്കും. എന്നാലും നമുക്ക് കൂടുതൽ കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് തൊറോ ബ്രീഡാണ്. പെട്ടെന്ന് ഇണങ്ങുന്നത് മാത്രമല്ല നമുക്ക് അത്യാവശ്യം ഡ്യൂട്ടിക്കൊക്കെ കൊണ്ട് ഉപയോഗിക്കാൻ. ബാക്കിയുള്ളത് അത്യാവശ്യം സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി ബഹളം വെക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉള്ളവരായിരിക്കും. എന്നാലും നമ്മൾ അത് മാർവാറി, കത്തിയവാറിയൊക്കെ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. എങ്കിലും നമുക്ക് ഡ്യൂട്ടിക്ക് അഡ്ജസ്റ്റ് ഉണ്ട്. പക്ഷെ പിന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ബ്രീഡിംഗ് ഇല്ല. ഞാൻ ഒരു ആർട്ടിക്കിളിൽ വായിച്ചിരുന്നു. അതായത് ഈ രാജഭരണകാലത്ത് ഈ തുർക്കിയിൽ നിന്നൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത് കുതിരകളെ എന്നുള്ള. ഇപ്പോ പഞ്ചാബ്, രാജസ്ഥാൻ, മുംബൈ എന്നൊക്കെയാണ് അല്ലേ? ഈ ലേലത്തിൽ വാങ്ങുക എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണോ സ്റ്റേറ്റ് ഗവൺമെന്റ്? നമ്മുടെ കേരള സർക്കാർ എന്റെ അനുവാദത്തോടു കൂടി ബഹുമാനപ്പെട്ട പിന്നെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഒരു പിന്നെ ബോർഡൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉയർന്ന ഉദ്യോഗസ്ഥരാണ് അത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഇപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന, ഇതിൽ കുതിരപ്പുറത്ത് പോകുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരുടെ ഒരു ഡ്യൂട്ടി എങ്ങനെയാണ്? അവർ രാവിലെ 7 മണിക്ക് ഇവിടെ റൈഡിങ്ങിന് ഫാളിലാവണമെങ്കിൽ ഇവിടെ 6:30. ഈ റൈഡേഴ്സ് മാത്രമായിട്ടാണോ? അങ്ങനെയാണോ? അല്ല, മിക്കവാറും മൗണ്ടഡ് പോലീസിലെ എല്ലാ ഡ്യൂട്ടിക്കാരും 8 മണിക്ക് മുമ്പ് പിന്നെ ക്യാമ്പിൽ എത്തുന്നവരാണ് എല്ലാവരും. പിന്നെ ലോബി, പിന്നെ ബാർബർ, കോബ്ലർ, സാഡിലർ. ഈ സാഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്, സാഡിലറുണ്ട്, പിന്നെ സ്വീപ്പർമാർ എല്ലാവരും രാവിലെ എത്തും. സൈസേഴ്സ്, ഓഫീസേഴ്സ് എല്ലാവരും രാവിലെ 7 മണിക്ക് എത്തണമെന്നുള്ളതാണ്. ശരി. ഇപ്പൊ ഒരുപാട് കുതിരപ്രേമികളുണ്ടല്ലോ നമ്മുടെ തലസ്ഥാനത്ത്. ഈ സെലിബ്രിറ്റീസ് ആരെങ്കിലും വരാറുണ്ടോ ഇങ്ങോട്ട്? സെലിബ്രിറ്റീസ് ആരും അങ്ങനെ വന്നിട്ടില്ല. ഈ പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഇതൊന്ന് കാണാനും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും വരാൻ പറ്റുമോ? അത് ഇല്ല, പെർമിഷൻ ഇല്ല അല്ലേ? നമ്മുടെ ഹയർ ഓഫീസേഴ്സ് ഒക്കെ വന്നിട്ട് ഹയർ ഓഫീസേഴ്സ് റൈഡിങ് വരാറുണ്ട്. ഇതിപ്പം ഒന്ന് സ്ലോ ഡൗൺ ആയല്ലോ, അത് ഇതിന്റെ ഭാഗമാണ്. കമാൻഡ് കൊടുത്ത് സ്ലോ ആക്കിയതാണ്. ശരി. ഇതിന്റെ രീതി അങ്ങനെയാണല്ലേ? രീതി അങ്ങനെയാണ്. ഓക്കെ. അപ്പം ഈ സെക്ഷൻ കഴിഞ്ഞ് ഇന്ന് ഇത്രയും കുതിരകൾക്ക് മാത്രമാണോ ഇവിടെ ട്രെയിനിങ് ഉള്ളത്, പരേഡ് ഉള്ളത്? ഇന്ന് എക്സസൈസ് പരേഡ് ഉള്ളത് ഇത്രയും കുതിരകൾക്ക് മാത്രമാണ്. ബാക്കി ഇന്നലെ ഡ്യൂട്ടിക്ക് പോയതായിരിക്കും, അതിനൊന്ന് റെസ്റ്റ് ആയിരിക്കും. ഡ്യൂട്ടിക്ക് റൊട്ടേറ്റ് ചെയ്താണ് വിടുന്നത്. അപ്പൊ നാളെ ഇപ്പൊ പരേഡ് അടുത്ത കുതിരകളായിരിക്കും. നമ്മളെ ഇപ്പം പല വാർത്തകളൊക്കെ കാണാറുണ്ട്. അതായത് പോലീസ് സേനയുടെ ഭാഗമായിട്ടുള്ള പോലീസ് നായ ഇപ്പം അവര് വിരമിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുമ്പോഴോ ഒക്കെ
ഭയങ്കര വിഷമമാണ്. കാരണം നമ്മൾ അവരുടെ കൂടെയാണല്ലോ ജോലി ചെയ്ത് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആ ഒരു അടുപ്പമാണ്. അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? അതായത് അല്ലെങ്കിൽ ഒരു വിഷമിപ്പിക്കുന്ന എക്സ്പീരിയൻസ്? വിഷമമുണ്ടാവും. നമ്മൾ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് നാളായിട്ട് ഐ ഡി പരേഡിൽ ലീഡ് ചെയ്ത് പോകുന്ന ഞാനാണ്. ഞാൻ ലീഡ് ചെയ്ത് പോകുന്ന കുതിര ഇടയ്ക്ക് ഇതുപോലെ മരണപ്പെടുകയുണ്ടായി. നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ ഡീകമ്മീഷൻ ചെയ്ത് നമ്മൾ വന്നപ്പോൾ ട്രെയിനിങ് തന്നത് നമ്മൾ പഠിച്ച കുതിരകളെ ഡീകമ്മീഷൻ ചെയ്ത് നമ്മളിവിടെ സംരക്ഷിച്ചിരുന്നു. നമുക്കൊരു നിശ്ചിത സമയം കഴിഞ്ഞ് ഒരു നിശ്ചിത വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൈഡിങ്ങിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ആ കുതിരകളെ മറ്റു കുതിരകൾ പരിപാലിക്കുന്നതിൽ കൂടുതൽ പരിഗണന കൊടുത്ത് നമ്മളിവിടെ നിർത്തി. അപ്പോൾ അത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് പ്രായാധിക്യം കൊണ്ട് മരണപ്പെടുന്ന കുതിരകളുണ്ട്. എത്ര വയസ്സ് വരെയാണ് ഇതിന്റെ മാക്സിമം ഒരു 25 വയസ്സ് വരെയാണ്. നമുക്കൊരു 20 വയസ്സ് വരെയൊക്കെ അത്യാവശ്യം നമുക്ക് ഇങ്ങനെ ഡ്യൂട്ടിക്കായിട്ട് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ആയിരിക്കും അല്ലേ? റെസ്റ്റ് എന്നല്ല, അത് റെസ്റ്റ് കൊടുക്കുന്നതൊക്കെ പിന്നെ ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരാണ് അതിനെ ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ തീരുമാനം. അത് ഈ സെന്ററിൽ തന്നെ ആയിരിക്കും പിന്നീട് അവരെ നോക്കുക? ഇവിടെ തന്നെയാണ് അവസാനം വരെയും എല്ലാ അത് കഴിഞ്ഞ് ഇവരെ ഒരു കുതിര മരണപ്പെട്ട് കഴിഞ്ഞാൽ അടക്കം ചെയ്യാനായിട്ട് നമുക്ക് പൂന്തറ മിൽക്ക് കോളനിയിലെ അശ്വമേധ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അശ്വമേധ സ്മാരകം അതാണോ? അവിടെയാണ്. അവിടെ കൊണ്ടുപോയാണ് നമ്മളെ കുതിരകളെല്ലാം അടക്കം ചെയ്യുന്നത്. ഈ സ്മാരകം വന്നിട്ട് എത്ര കാലമായി? സ്മാരകം വന്നിട്ട് ഒരു 5 വർഷത്തിനകത്ത്. 5 വർഷം. ഈ സ്മാരകത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാ? അവിടെ നമ്മൾ കുതിരകളെ അടക്കം ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സ്ഥലം. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് അവിടെ 1.5 വിട്ടുള്ള ദിവസങ്ങളിൽ ഒരു സീപ്പർ പോയി അവിടെ വൃത്തിയാക്കി ക്ലീൻ ചെയ്യും, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ പോലീസ് നായ്ക്കൾക്ക് റാങ്കുകളൊക്കെ കൊടുക്കാറുണ്ടല്ലോ, അപ്പം അതുപോലെ ഉണ്ടോ ഈ കുതിരകൾക്ക്? ഉണ്ടോന്നുള്ള അറിയില്ല. കുതിരകൾക്ക് റാങ്ക് ഇല്ല. ഇത് ഈ സേനയുടെ ഭാഗമാണ്. സാർ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ വന്നിട്ട് 14 വർഷമായി. 14 വർഷമായി. അപ്പം ഈ ഇതുവരെയുള്ള ഒരു കാലയളവിലുണ്ടല്ലോ വളരെ സന്തോഷം തന്ന അല്ലെങ്കിൽ ഒരു അഭിമാനം തന്ന ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? നമ്മൾ ഐ ഡി പരേഡിലും പങ്കെടുക്കുന്ന ആ ഒരു സമയം നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. വളരെ അഭിമാനത്തോടെ ചെയ്യാൻ പറ്റുന്നൊരു പിന്നെ ലീഡ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ കണ്ട് ആശംസകളൊക്കെ അറിയിപ്പിക്കുന്ന അതാണ് നമുക്ക് ആ സമയത്തുള്ള ഒരിത്. പിന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. റൈഡിങ്ങിന് പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങൾ ഒക്കെ ചില സമയത്ത് ഉണ്ടാവുന്നുണ്ട്. കുതിരകൾ ചില ഡ്യൂട്ടികൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് വലിയ വെടിയും പടക്കവും ഒക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചെയ്യണം, അതെല്ലാം ചെയ്യാൻ അതിനുള്ള ട്രെയിനിങ് ഇവർക്ക് നേരത്തെ, അതായത് അവർക്ക് അത്ര പരിചിതമല്ലാത്തൊരു എല്ലാ സൗണ്ടും നമ്മളിപ്പോ പരേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഈ വലിയ സൗണ്ടുകൾ ഉൾപ്പെടെ നമ്മൾ ഇവിടെ കേൾപ്പിച്ചുകൊണ്ടാണ് തുടക്ക സമയത്ത് ട്രെയിനിങ് സൗണ്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പുതിയ കുതിരകളാണെങ്കിൽ വരുന്നത് ബാൻഡ് സെക്ഷൻ ഉണ്ട്. ബാൻഡ് സെക്ഷൻ ഉൾപ്പെടെ ബാൻഡ് ബീറ്റ് ബാൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടും ഒക്കെ നമ്മളിവിടെ പരേഡ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പം ഇത് എത്ര സ്പീഡില് ഇങ്ങനെ പരമാവധി നമ്മൾ ക്രോസ് കൺട്രിക്കായിട്ട് പുറത്ത് പോകാറുണ്ട് ചില ദിവസങ്ങളിൽ. ക്രോസ് കൺട്രിക്ക് പുറത്ത് പോകുമ്പോൾ നല്ല റോഡിലാണെങ്കിൽ നമ്മളൊരു മുൻകാലങ്ങളിൽ 7 മണിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളത് കുറച്ചും കൂടെ സമയം നേരത്തെ ആക്കിയിട്ടുണ്ട്. കാരണം ഇപ്പൊ 7 മണിയാകുമ്പോൾ കുറച്ച് റോഡിലൊക്കെ തിരക്കാവും എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ക്രോസ് കൺട്രിക്ക് പോകാറുണ്ട്. ഇപ്പൊ ഒരു 50-55 കിലോമീറ്റർ സ്പീഡിൽ വരെയൊക്കെ നമുക്ക് ഓടിക്കാൻ അതിൽ കൂടുതൽ ഓടിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ റോഡിൽ നമുക്ക് ആ ദൂരെയൊക്കെ ഓടിക്കാൻ ഇപ്പൊ പറ്റുള്ളൂ. അങ്ങനെ ഓടിക്കാറുണ്ട്. ഓ അത് ശരി. സാറിന്റെ ഇവിടെ ഒരു ഫേവറേറ്റ് കുതിര അത് ഏതായിരിക്കും? എന്റെ ഫേവറേറ്റ് കുതിര എന്ന് പറയുന്നത് പിന്നെ എല്ലാരോടും ഒരു ഇഷ്ടം കാണും, പക്ഷെ എന്നാലും നമ്മൾ കൂടുതൽ അടുപ്പം കാണിക്കുന്ന ഒരാളുണ്ടാവും. അങ്ങനെയല്ല, നമ്മൾ എല്ലാ കുതിരകളെയും ഒരുപോലെ കാണണം. അങ്ങനെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുതിരകളുടെ എല്ലാ കുതിരകളെയും ഒരുപോലെയാണ് ഞാൻ കാണുന്നത്. എല്ലാ കുതിരകളുടെയും മെയിൻ്റനൻസിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അപ്പോഴെപ്പോഴും തന്നെ ഡോക്ടറെ അറിയിക്കുകയും അതിന് വേണ്ടിയിട്ട് എല്ലാ കൃത്യങ്ങളും ചെയ്യാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ കൂട്ടത്തിലും ഒരു വികൃതി കാണുമല്ലോ. ഉണ്ടാവും. അത് ഇവിടെ ആരാണ്? അത് ഏറ്റവും പുറകെ പോകുന്ന ആളാണ്. ഏറ്റവും പുറകിൽ പോകുന്ന ആളാണ്. അത് ആകാശാണോ? ആകാശാണ് അല്ലേ? ഓ, ആകാശ് ഒരല്പം വികൃതിയാണ്. ആകാശ് ഈ സ്റ്റേബിളൊക്കെ ചില സമയത്ത്
ഈ കമ്പി വരെ തട്ടിപ്പൊട്ടിക്കാറുണ്ട്, ഓ അത് ശരി. പൊട്ടിച്ച് പുറത്തിറങ്ങാറുണ്ട്. അപ്പൊ ആകാശം നമ്മൾ രാത്രി പ്രത്യേകിച്ച് ആകാശത്തിന്റെ സ്റ്റേബിളിൽ സെക്യൂരിറ്റി ഒക്കെ കൊടുത്ത് നമ്മൾ കെട്ടിയൊക്കെ നല്ല ഉറപ്പാക്കിയാണ് ആകാശം നടത്തുന്നത്. ഈ ആകാശിനെ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? രാജസ്ഥാനി. എത്ര വയസ്സുണ്ടാവും? ആകാശിന് ഒരു 8 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഓ ശരി ശരി. അപ്പൊ നമ്മള് ഏറ്റവും വികൃതിയെ പറഞ്ഞു, ഈ ഏറ്റവും പാവം അനങ്ങാതെ പഞ്ചപാവമായിട്ട് ചേതക്കാണ് ഇതിന്റെ ലീഡർ. ഇപ്പൊ ലീഡ് ചെയ്യുന്ന ചേതക്കാണ്. ഈ ഫുൾ ബറ്റാലിയന്റെ ലീഡറും ചേതക്ക് തന്നെയാണോ? അങ്ങനെയില്ല, നമ്മളിപ്പോ ഒരു പ്രത്യേക ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ലീഡറല്ല. ഇപ്പൊ ചേതക്ക് ഇപ്പൊ ഒരു നമുക്ക് സെറമോണിയൽ ഡ്യൂട്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു സെറമോണിയൽ ഐ ഡി പരേഡ് അന്നത്തെ ദിവസം ചേതക്ക് സിക്കായാൽ വേറൊരു പകരം ഒരു കുതിര പോയി പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഏത് കുതിരയും നമ്മൾ ലീഡ് ചെയ്യാനായിട്ട് പ്രാപ്തനാക്കിയിട്ടുണ്ട്. അപ്പം നേരത്തെ സാർ സൂചിപ്പിച്ചല്ലോ, അതായത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തിന് പോകുമ്പോൾ ഈ കതിനയുടെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ചിലപ്പോൾ അവര് ഡിസ്റ്റർബ്ഡ് ആവും. പക്ഷെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. എന്നാലും വിശ്വസിച്ച് ഏത് ഡ്യൂട്ടിക്കും ഏത് സമയത്തും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാള്, അങ്ങനെ ഒരാളുണ്ട് ഇവിടെ. കൊണ്ടുപോകാൻ പറ്റുന്ന ചേതക്ക് തന്നെയാണ് അതിലും ഫസ്റ്റ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണ്. അപ്പൊ അതുപോലെയുള്ള ഡ്യൂട്ടികളിൽ നമ്മൾ കുറച്ച് നല്ല ശ്രദ്ധയായിരിക്കും. നമ്മൾ ഡ്യൂട്ടിക്ക് പിന്നെ റൈഡേഴ്സ് അല്ലാതെ തന്നെ നമ്മളെ കൂടെ നമ്മുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റ് പോലീസുകാർ ഉണ്ടാവും. അപ്പൊ അവര് അത്യാവശ്യം കതിനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത്യാവശ്യം ദൂരോട്ട് മാറാനായിട്ടുള്ളൊരു ഇത് നമ്മൾ പറയാറുണ്ട്. ഇതിപ്പോ ലീഡ് ചെയ്യുന്ന സാറ് അത് RASI അബ്ദുൾ റഹ്മാൻ എന്നാണ് പേര്, തൃശ്ശൂരാണ് സ്ഥലം. ശരി ശരി. സാറും ഇവിടെ എത്ര വർഷമായിട്ടുണ്ട്? ഞങ്ങൾ ഒരുമിച്ച് 14 വർഷമായിട്ട് നിങ്ങളുണ്ട് അല്ലേ? ഈ ടീമിലുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു കുറെ നാളായിട്ട് ഒരുമിച്ചുള്ള ആളാണ്. നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലൊക്കെ അങ്ങോട്ട് പോകുന്നതല്ലാതെ എല്ലാവരും ഇവിടെ തന്നെയാണ് ഉള്ളത്. സിറ്റിക്കകത്തുള്ള അത്യാവശ്യം ഡ്യൂട്ടികളും മൗണ്ടഡ് പോലീസിന്റെ ഡ്യൂട്ടികളും ചെയ്തു പോകുന്നവരാണ്. ഇപ്പൊ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് പുറത്തു നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അകത്തേക്ക് പ്രവേശനമോ നമുക്ക് ഈ ഒരു മനോഹരമായ കാഴ്ചയുണ്ടല്ലോ, ഈ അത് കാണാനോ ഉള്ള അവസരം കുതിരപ്പുറത്തുള്ള റൈഡിങ്ങിന് മാത്രമേ അനുവാദം ഇല്ലാതുള്ളൂ. ഇവിടെ വന്ന് കാണാൻ സാധിക്കുമോ? പ്രശ്നമില്ല. നമുക്ക് കയറിയിരുന്ന് റൈഡ് ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ ഇവർക്ക് എൻട്രി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ വന്ന് പെർമിഷൻ എടുത്താൽ മതിയോ? ഇവിടുത്തെ റിസർവ് ഇൻസ്പെക്ടറിന് അനുവാദം വാങ്ങിച്ചകത്ത് കയറി അത് നമുക്ക് കുതിരകളുടെ ഈ ഗ്രൂമിംഗ് മാലിഷ് എന്ന് പറയുന്ന സമയമുണ്ട്. 10 മണി മുതൽ 11 മണി വരെ, 4 മണി മുതൽ 5 മണി വരെ. ആ സമയം ഒഴികെയുള്ള സമയങ്ങളിൽ എപ്പോഴും വേണം വിസിറ്റേഴ്സിന് വന്ന് കുതിരകളെ കാണാൻ. 7 മണിക്കുള്ള സമയങ്ങളിൽ വന്ന് പിന്നെ പരേഡ് കാണുന്നതിനുള്ള ബുദ്ധിമുട്ട് നിലവിലില്ല. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് കാണാമെന്നുള്ളതാണ് സാർ പറയുന്നത്. എന്തായാലും ഈ ഒരു പരേഡും എക്സ്പീരിയൻസും ഒക്കെ എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ്. അതുകൊണ്ടാണ് ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് ഈ കാഴ്ചകൾ എത്തിച്ചത്. എന്തായാലും അപ്പം നമ്മുടെ മോർണിംഗ് വൈബ്സ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം നിന്നതിന്, തിരക്കുള്ള ഈ സമയത്ത് നിന്ന് ഒരു അല്പസമയം ഞങ്ങൾക്ക് തന്നതിന്. ഓക്കെ. അപ്പം നമ്മൾ അശ്വാരൂഢത്തിലെ കാഴ്ചകളാണ് കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ന്യൂസ് 18 ഓട്ടോയിലേക്കാണ്. പുതിയ വാഹനങ്ങളുടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും അറിയാം. ന്യൂസ് 18 ഓട്ടോ കാണാം. മോർണിംഗ് വൈബ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.